എനിക്കത് നോട്ടിഫിക്കേഷൻ വരുന്നില്ലല്ലോ. ഓക്കെ, നോട്ടിഫിക്കേഷൻ ചിലർക്ക് വരാൻ ചിലപ്പോൾ ലേറ്റ് ആവാം. നിശാന്ത് ബ്രോ വരാൻ കുറച്ച് ലേറ്റ് ആവും. കാരണം ഹായ് കൺസു. ഓക്കെ, നിശാന്ത് ബ്രോ വരാൻ കുറച്ച് ലേറ്റ് ആവും. അവന് ഇത്തിരി തിരക്കുണ്ട് ജോലിയിൽ. സോ അവൻ ഒരു 10-15 മിനിറ്റിനുള്ളിൽ എത്തും. അപ്പോൾ എന്നോട് പറഞ്ഞു തുടങ്ങി വെച്ചേക്കും അവൻ വന്നോളാന്ന് പറഞ്ഞു. നോട്ടിഫിക്കേഷന്റെ കാര്യം മേ ബി നോട്ടിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയം ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നോട്ടിഫിക്കേഷൻ വരേണ്ടതാണ്. ചില സമയങ്ങളിൽ നോട്ടിഫിക്കേഷൻ വരാൻ കുറച്ച് ലേറ്റ് ആവും. അത് ചിലർക്ക് മാത്രം വരാറുണ്ട്. എനിക്കും അങ്ങനെയാണ്. ചില ചാനലിൽ ഞാൻ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിട്ടിട്ട് അവരുടെ ലൈവ് തുടങ്ങി ഏകദേശം 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കായിരിക്കും നോട്ടിഫിക്കേഷൻ വരുന്നത്. അത് യൂട്യൂബിൻ്റെ ഒരു മൂഡ് പോലെ ഇരിക്കുന്നത് എനിക്ക് തോന്നുന്നത്, അറിയില്ല. എന്നാലും പൂജ ഫുഡ് കഴിച്ചോ? അതുകൊണ്ട് മൂസീനെ ഫുഡ് കഴിച്ചോ? 3 പേര് ഒത്തുണ്ടെങ്കിൽ ആൾ വരും. ഓക്കെ, നമുക്ക് നോക്കാം. എന്തായാലും പൊതുവെ ഇപ്പോൾ ആളെ കുറവാണ് ബ്രോ. ഇപ്പം പൊതുവെ ലൈവിൽ ഇപ്പോൾ എല്ലാവരും ലൈവ് വരുന്നത് എല്ലാവരും പരാതി പറഞ്ഞിട്ടുണ്ട്. അവർക്കെല്ലാം മുമ്പുണ്ടാവുന്നതിൻ്റെ പകുതി പോലും ആളുകൾ ഇപ്പം ലൈവിൽ വരുന്നില്ല. കുറച്ച് ദിവസങ്ങളായിട്ട്, കഴിഞ്ഞ ഒരു 2-3 ദിവസമായിട്ട് അസ്രിൻ എന്നൊരു പരാതി ഉണ്ട്, എല്ലാവരും പറയുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല. യൂട്യൂബിൻ്റെ പോളിസി ചേഞ്ച് വന്നതിന് ശേഷം എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയില്ല. മേ ബി അത് തന്നെ ആയിരിക്കാനാണ് ചാൻസ്. അസ്രിൻ ഫുഡ് കഴിച്ചോ? മൂസീന, പൂജ എല്ലാവരും ഫുഡ് കഴിച്ചോ? അവിടെ മഴയൊക്കെ ഉണ്ടോ എല്ലായിടത്തും? ഇവിടെ ഇപ്പം ഉച്ചയ്ക്ക് ശേഷം മഴയില്ല. അതിന് മുമ്പ് വരെ നല്ല മഴയായിരുന്നു. എന്തുപറ്റി? ലൈവ് ആക്റ്റീവ് ആയിട്ടുള്ള ചാറ്റിനോട്ട് വന്നാലേ നമുക്ക് ഒരു എൻഗേജ്ഡ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര ബോറായിരിക്കും. സോ ലൈവ് കാണുമ്പോൾ എല്ലാവരും ചാറ്റ് ചെയ്യാം. ഇവിടെ നല്ല മഴയാണ്. ഓക്കെ, കൺസൂരിലെ സ്ഥലം എവിടെ? ട്രിവാൻഡ്രത്താണോ? ട്രിവാൻഡ്രം ആണോ ബ്രോ പ്ലേസ്? കൺസൂർ. മീശച്ചേട്ടൻ എവിടെ? മീശച്ചേട്ടൻ ഡ്യൂട്ടിയിലാണ് ബ്രോ. ഒരു 15 മിനിറ്റിനുള്ളിൽ ഇവിടെ എത്തുമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ തിരക്കാണ്, ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആവുകൊണ്ട് തുടങ്ങി വെക്കാൻ പറഞ്ഞു. ഹായ് ഫ്രം വിജയവാഡ ഡേവിഡ് ബ്രോ. ഹായ് ഡേവിഡ് ബ്രോ. പാലക്കാടാണല്ലേ കൺസൂൾ ബ്രോ? ഓക്കെ, പാലക്കാട്. അതെ. നോട്ടിഫിക്കേഷനിൽ ആൾ കൊടുത്താലേ ലൈവിൻ്റെ ഉൾപ്പെടെയുള്ള നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. ശരി തന്നെ. മീശ ഇല്ലാത്ത ചേട്ടനും ചേച്ചിയുണ്ട്. ഓക്കെ, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. അവൻ വരാൻ കുറച്ച് ലേറ്റ് ആവും. കാസർഗോഡ് നല്ല മഴയും കാറ്റും. ഓക്കെ. അപ്പോൾ ഇന്നലെ കൊല്ലത്തായിരുന്നു നല്ല മഴയും കാറ്റും. ഇന്നലെ നേരെ കാസർഗോഡ് ഓട്ടുണ്ട്. ഇന്നലെ ഇവിടെ ഈ സമയത്ത് നല്ല മഴയും കാറ്റുമായിരുന്നു. ഡേവിഡ് ബ്രോ വിജയവാഡ. ഈ വിജയവാഡ എന്ന് പറഞ്ഞ സ്ഥലം എവിടെയാണെന്നോ? മീശ ഫാൻസ് അസംബിൾ. നോക്കാം. മീശ ഫാൻസ് അസംബിൾ മീശ ഉള്ളപ്പം എന്നെ പറ്റി പറയും, മീശ ഇല്ലാത്തപ്പം മീശയെ പറ്റി പറയും. ആരും ചോദിച്ചില്ലേ? ചാരു ഡ്യൂട്ടിയിലായിരിക്കും. അതാണ്, ചാരു ഡ്യൂട്ടിയിലായിരിക്കും. അതുകൊണ്ടാണ് ചാരു ഇല്ലാത്തത്. സോ ക്വസ്റ്റ്യൻസ് എവിടെയാ? ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ആളുകളൊന്നും എനിക്ക് തോന്നുന്നു ഇത് എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. നമ്മുടെ ഡിന്നർ കംപ്ലീറ്റഡ് ബ്രദർ. ഓക്കെ ഡേവിഡ്, വാട്ട് യു ഡൂയിങ്? ബൈ ദ വേ, where is this place Vijayawada? I heard about it but I don't know where it is. So please tell me, where is Vijayawada? Vijayawada എവിടെയാണ്? എനിക്കറിയില്ല. ഏത് സംസ്ഥാനത്താണ് വിജയവാഡ? ഈശ്വരനാണ് ലൈവിൻ്റെ ഏറണം. സുഖമല്ലല്ലോ? അതായത് സുഖമാണ്. ഹബീബ് സുഖമാണോ? ഹബീബ് ഫുഡ് കഴിച്ചു. ഓക്കെ, ഹായ് സജിന, വെൽക്കം. ആന്ധ്ര. ഓക്കെ, ആന്ധ്രാപ്രദേശിലാണ് വിജയവാഡ. അത് അവൻ്റെ സന്തോഷം. ഞാൻ വിജയവാഡ എന്ന് നീ ഇല്ലാത്തപ്പോൾ എന്നെ ചോദിക്കും. ഓക്കെ. ഈ നിങ്ങൾ ഒരുപാട് സിനിമകളിലൊക്കെ ഇങ്ങനെ ഈ വിജയവാഡ എന്ന് കേട്ടിട്ടുണ്ട്. ബട്ട് എവിടെയാണെന്ന് അറിയാൻ സാധിച്ചില്ലായിരുന്നു. ഇപ്പോഴും ആന്ധ്രയാണെന്നുള്ളത് ഉറപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഷാജിൻ GS. ഓക്കെ, ആന്ധ്രാപ്രദേശ്. നീ ഇല്ലാത്തപ്പോൾ ആൾക്കാരെന്ന് ചോദിക്കും. അതെ, ശരിയാണ്. എനിക്ക് തോന്നുന്നു മേ ബി അങ്ങനെയാണ് ഇതിൻ്റെ തിയറി പോകുന്നത്. ഇപ്പം ഞാൻ ലൈവിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഇവരോട്ടോട് ചോദിക്കും ഹരിയേട്ടൻ എവിടെ? ഹരിയേട്ടനില്ലാത്തതുകൊണ്ട് ലൈവ് ഉറക്കമാണെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ഇടും. അപ്പം നിശാന്ത് ഇല്ലാത്തതുകൊണ്ട് ഇപ്പം എല്ലാവരും ചോദിക്കും നിശാന്ത് എവിടെ? നിശാന്താണ് ലൈവിൻ്റെ കാണാം, നിശാന്താണ് ലൈവിൻ്റെ ഉണ്ടാണ് ലൈവ് അങ്ങനെ പോകുന്നത്. പക്ഷെ ഇവിടെ ഇല്ലാഞ്ഞിട്ട് ഞാനും നമ്മുടെ നിശാന്തുമായിട്ട് സ്ക്രീൻ കാസ്റ്റ് ലൈവ്, പക്ഷെ ആരും ചോദിച്ചിട്ടുണ്ട് എവിടെയാണ്, അല്ല ചേച്ചി എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ബട്ട് ഇതുവരെ ചേച്ചി ഇല്ലാത്തതുകൊണ്ട് ലൈവ് കൊള്ളത്തില്ല എന്നൊരു അഭിപ്രായം ആരും പറഞ്ഞിട്ടില്ല. സോ ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരാം. ഓക്കെ, കേന്തി എന്ന് പറയും ഇവിടെ ഈ നാട്ടിൻപുറത്ത് ഇതിന് പറയുന്നത് കേന്തി എന്നാണ്. നിങ്ങളുടെ